أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين الحمد لله അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദുൽ വറ റൂഹുൽ വജൂദ് നൂറുൽ കായിനാത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശേഷങ്ങളെയും ശാരീരിക ലാവണ്യങ്ങളെയും പെരുമാറ്റ സൗന്ദര്യത്തെയും തീർത്തും പ്രാഥമികമായി ഒരു ഗ്രന്ഥത്തിന്റെ വരികളെ അടിസ്ഥാനപ്പെടുത്തി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ അശ്ശമാഇലുൽ മുഹമ്മദിയ്യയുടെ 241 ഹദീസ് 37 അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ക്ലാസ് പതിവായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ സഹോദരങ്ങൾ വാട്സപ്പിലൂടെയും മറ്റും നിവാരണങ്ങൾ തേടുകയും എല്ലാം ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വിശദീകരണത്തിന് അവസരമില്ലാത്തതുകൊണ്ട് വാട്സപ്പിൽ വരുന്ന ക്വസ്റ്റ്യനുകൾക്കൊക്കെ വാട്സപ്പിൽ തന്നെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ആ രീതി സ്വീകരിക്കാം. ത്വയ്ബ സെന്ററിന്റെ വാട്സപ്പ് നമ്പറിലോ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലോ ഈ ക്ലാസ്സിനെ അനുബന്ധമായുള്ള വ്യക്തത വരേണ്ട ഭാഗങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ അയക്കുകയും മറുപടി സ്വീകരിക്കുകയും ചെയ്യാം. കൂടുതൽ മഹാന്മാരായ ഉസ്താദുമാരോട് അന്വേഷിച്ച് പറയേണ്ടതാണെങ്കിൽ അങ്ങനെയും ഇൻഷാ അല്ലാഹ് അന്വേഷിക്കുന്നവർക്ക് നിവാരണം നൽകാം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും സമയത്തിലും ഇൽമിലും ഖിദ്മത്തിലും എല്ലാം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കുറച്ചു ദിവസങ്ങൾ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ ഇത്തരം ഒരു വാസത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തിൽ നിന്നും ഒരല്പസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിയായ വിജ്ഞാനത്തിൽ വ്യാപൃതരാവുകയോ ചെയ്യുന്നത് ഏറ്റവും വലിയ ആനന്ദവും പുണ്യകരവുമാണ് എന്ന ഉത്തമമായ വിശ്വാസത്തിലും മഹബ്ബത്തിലുമാണ് നമ്മൾ ഇത് ഒത്തുകൂടുന്നത്. അല്ലാഹു തആല ആ വിധത്തിൽ നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ മുഴുവനും വിചാരണ ചെയ്യുന്ന നാളത്തെ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പരിഗണനയും ഒരു സന്തോഷവും ഇതുവഴി അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ബാബു മാ ജാഅ ഫീ സിഫത്തി കലാമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അശ്ശഅരി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവ്യ സംബന്ധിയായ സംസാരങ്ങൾ, സംഭാഷണങ്ങൾ. വമാ അല്ലംനാഹു അശ്ശഅറ വമാ യൻബഗി ലഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കവിയല്ല, കവിതയുടെ ആവശ്യമില്ല, അല്ലാഹു തആല കവിത പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിതകളെ കുറിച്ചുള്ള വീക്ഷണവും അവിടുത്തെ ചില സംഭാഷണങ്ങൾ കാവ്യഘടന പോലെ കോർത്തു വന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാവ്യലോകത്തെ അവലോകനം ചെയ്യാനുള്ള ആധികാരികതയുണ്ട് എന്നതിന്റെ പ്രമാണമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത് ഷാഇറും മജ്നൂൻ എന്നാണ്. അപ്പോൾ വിവേകത്തിന്റെ അസ്ഥിരതയും കേവല കവിത്വവും ആരോപിക്കുക വഴി പ്രവാചകത്വത്തിന്റെ മൂല്യം നിഷേധിക്കാമെന്ന് വിചാരിച്ചവർക്കുള്ള മറുപടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവ്യഭാവനയിൽ നിന്ന് കോർത്തിണക്കിയ ചില വചനങ്ങളാണ് ഖുർആൻ എന്ന് ആരോപിക്കാൻ ഇടം നൽകാത്ത വിധമുള്ള വ്യക്തത ഖുർആനും തിരുജീവിതവും നൽകിയിട്ടുണ്ട്. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, അതുപോലെ തന്നെ ഫീ കുല്ലി വാദിൻ യഹീമൂൻ തുടങ്ങി കവികളുടെ കേവലമായി കൽപ്പിത ആശയങ്ങളുടെയും വൈകാരിക പ്രകാശനങ്ങളുടെയും കാവ്യലോകത്തിന്റെ ഭവിഷ്യത്തുകളെയും അധാർമികതകളെയും എല്ലാം ഖുർആൻ തുറന്നു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക വൈജ്ഞാനികങ്ങളിൽ മൂല്യവത്തായ കവിതകൾ വന്നിട്ടുണ്ട്. അത് വേറൊരു ലോകം. അലി റളിയല്ലാഹു അൻഹു വലിയ കവിയാണ്. സ്വഹാബത്തിൽ പല കവികളുമുണ്ട്, ചിലരെ കുറിച്ചുകൂടെ പരാമർശം വരും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കവിതയുടെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി വലൗല ശഅറു ലിൽ ഉലമാഇ യുസ്രി കുൻതുൽ യൗമ അശ്അറ മിൻ ലബീദി എന്ന് പറഞ്ഞതും വളരെ ആശയസമ്പൂർണമായ കവിതയിലൂടെയാണ്. പണ്ഡിതന്മാരുടെ മഹത്വത്തിന് യോജിക്കുന്നതായിരുന്നു കവിതയെങ്കിൽ ഞാൻ ലബീദ് ബിൻ റബീഅയേക്കാൾ വലിയ കവിയായനെ. അത് പറഞ്ഞത് കവിതയിലാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവ്യപ്രപഞ്ചം, അവിടുത്തെ കവിതാ വീക്ഷണങ്ങൾ, അത് സംബന്ധിയായ സംഭാഷണങ്ങൾ, സംസാരങ്ങൾ, ഓരോ വിഷയത്തിനും വിശാലമായ ആമുഖമുണ്ട്. അത് നമ്മളെ ഈ ദർസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അതിലേക്കൊന്നും കടക്കാത്തത്. ഇവിടെയും ഒരു അല്പസമയം പറഞ്ഞു എന്നേ ഉള്ളൂ വ്യക്തതയ്ക്ക് വേണ്ടി. حدثنا علي بن حجر حدثنا شريك عن المقدام عن عائشة رضي الله عنها قال بشيء من അഫറർതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അബാ ഉമാറ. എന്നാൽ വസ്തുതാപരമായി ആലോചിച്ചു ഇതിൽ നിന്ന് മഹാന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ് മുഅ്മിനായിരുന്നു, വിശ്വാസിയായിരുന്നു. കാരണം തൗഹീദിന്റെ ഏറ്റവും വലിയ നേതാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമ പറയാൻ വേണ്ടി പറയുന്ന ആൾ തൗഹീദിന് എതിരായി ജീവിച്ച ആൾ ആവുകയില്ല എന്നതാണ് അവരുടെ ന്യായം. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ വഫാത്തായി പോയല്ലോ. അപ്പൊ അവിടുത്തെ ദഅവത്ത് കിട്ടിയിട്ടില്ല. അതിനു മുമ്പുള്ള തൗഹീദിൽ ജീവിച്ചവരായിരുന്നു എന്നതിന് തെളിവായി ഈ ഹദീസിനെ ഉദ്ധരിക്കാറുണ്ട്. ഇരിക്കട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം കാവ്യഭംഗിയിൽ പ്രകാശിതമായി. حدثنا إسحاق بن منصور حدثنا عبد الرزاق أخبرنا جعفر بن سليمان أخبرنا ثابت عن أنس رضي الله عنه أن النبي صلى الله عليه وسلم دخل مكة في عمرة القضاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാഇൽ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത ഉംറ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ് ഉംറത്തുൽ ഖളാ. ആ ഉംറത്തുൽ ഖളാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. വബനു റവാഹത്ത ബൈന യദൈഹി വഹുവ യഖൂലു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ കൂടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാടുന്നുണ്ട്, ഖല്ലൂ ബനിൽ കുഫാരി അൻ സബീലിഹി അൽയൗമ നദ്രിബുകും അലാ തൻസീലിഹി ضربا يزيل الهام عن ماقيله ويذهل الخليل عن خليله. അല്ലയോ സത്യനിഷേധികളുടെ മക്കളെ, നിങ്ങൾ വഴിമാറിത്തരൂ.
പ്രവാചകരുടെ ആഗമനത്തോടെ നിങ്ങളെ എല്ലാം ഞങ്ങൾ ഒതുക്കും. ലർബൻ യുദീലുൽ ഹാമ അൻ മഖീലിഹി, ഉടലിൽ നിന്ന് ശിരസ് വീർപെടുത്തുന്ന ആക്രമണമാണ് ഞങ്ങൾ നടത്താൻ പോണത്. വയുദ്ഹിലുൽ ഖാലീല അൻ ഖാലീലിഹി, ആത്മമിത്രങ്ങളെ തമ്മിൽ പിരിച്ചു കളയുന്ന, ചിലപ്പോൾ ഒരാളുണ്ടാവും ഒരാളുണ്ടാവില്ല, ഒരാൾ കൊല്ലപ്പെടും ഒരാൾ ബാക്കിയാവും. ആ വിധത്തിലുള്ള ഞങ്ങൾ ശക്തി സംഭരിച്ചുകൊണ്ടുള്ള നേരിടലിന് വേണ്ടി വന്നവരാണ് എന്നുള്ള സൂപ്പർ ആശയമുള്ള വാക്യം അങ്ങോട്ട് പാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആക്രമിക്കാനോ പിടിക്കാനോ ഒന്നും വന്നല്ല, ഏറ്റവും സമാധാനപരമായി വന്നതാണ്. പക്ഷേ ഒരു അനുയായിയുടെ ആവേശപൂർണമായ പ്രഖ്യാപനം. ഇനി നേരിടേണ്ടി വന്നാൽ പിന്തിരിഞ്ഞോടൂല്ല. അതിനുള്ള ആത്മധൈര്യവും മക്കയിൽ നിന്ന് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളൊന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുത്താൻ ഒരുങ്ങിയവർ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. فقال له عمر بن الخطاب رضي الله عنه, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന റവാഹ, ഓ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഹറമില്ലാഹി തഖൂലു അശ്ശിഅറ, നിങ്ങൾ അള്ളാന്റെ ഹറമിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്നാണോ ഈ പാട്ട് പാടുന്നത്, ഇങ്ങനത്തെ കവിതയൊക്കെ ചൊല്ലേണ്ടത്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലി അൻഹു യാ ഉമർ, ഉമറെ അത് വിട്ടേക്ക്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ നിങ്ങൾ തടയണ്ട. ഫലഹിയ ഫീഹിം അസ്റഉ മിൻ നദ്ഹിൻ നബ്ലി, അമ്പ് എയ്യുന്നതിനേക്കാൾ വേഗത്തിൽ കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന പ്രയോഗങ്ങളാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹിന്റെ കവിത. കാരണം കാവ്യ ലോകത്തിന്റെ നടുവിലാണല്ലോ. അപ്പോ കാവ്യ പ്രയോഗങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ പതിക്കുമ്പോ അത് അവർക്കുള്ള ആക്രമണ കവിതയാണെങ്കിൽ അമ്പിനേക്കാൾ രൂക്ഷമാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പാടിക്കോട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിയെയും കാവ്യ സംവിധാനത്തെയും ഉൾക്കൊള്ളുന്നു, അതിന്റെ പ്രാധാന്യം അറിയുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ സത്യത്തിന്റെ സമർത്ഥനത്തിനും അസത്യത്തിന്റെ കക്ഷികളെ പ്രതിരോധിക്കാനുമാണ് എന്ന കാരണത്താൽ ആ കവിതയ്ക്ക് ശക്തി പകർന്നു കൊടുക്കുന്നു. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തത്വം. حدثنا علي بن حجر حدثنا شريك بن سماك بن حرب بن جابر بن سمرة قال جالست النبي صلى الله عليه وسلم أكثر من 100 مرة ما شاء الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ഞാൻ 100-ലേറെ പ്രാവശ്യം സമീപത്തിരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ മുഷാഹദത്ത്, അവിടുത്തെ വിസ്വാൽ, അവിടുത്തെ കാമിലായ റുഇയത്ത് സാധുക്കളായ ഞങ്ങൾക്ക് മരണത്തിന് മുമ്പ് നൽകുകയും മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ തിരുമുഖം കണ്ടുകൊണ്ട് മരിക്കാൻ, നാളെ പരലോകത്ത് അവിടുത്തെ ചാരത്ത് അവിടുത്തെ സുഗന്ധം അനുഭവിച്ചുകൊണ്ട് കൂടാനുമുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. وكان أصحابه يتناشدون الشعر ويتذاكرون أشياء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരായ ആളുകൾ, സഹവാസികളായ ആളുകൾ പരസ്പരം ഇങ്ങനെ മാറി 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 കവിത ചൊല്ലും. ഒരാൾ ചൊല്ലി ബാക്കി ഒരാൾ ചൊല്ലി, ഒരാൾ ചൊല്ലിയിട്ട് എന്നാന്റെ വാക്ക് ചൊല്ലുന്ന് പറയാ, ഒരാൾ ചൊല്ല അതിന് സമാനമായ പാരഡി ചെല്ലാൻ മറ്റൊരാളോട് പറയാ. അവരൊക്കെ നിമിഷ കവികളാണ്, അല്ല കാണാൻ പഠിച്ചു വെച്ച കവിത അല്ല, അപ്പാണ്ട് ഉണ്ടാക്കി പാടാൻ പറ്റുന്നവരാ. ജാഹിലിയ്യ കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനത്തോടെ അത് ശ്രദ്ധിക്കും. അപ്പൊ നല്ല കവിതകൾ വെറുക്കപ്പെടേണ്ടതല്ല, ചില സ്ഥലങ്ങളിൽ സത്യത്തിന്റെ സംസ്ഥാപനത്തിനാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നെല്ലാമുള്ള ഗുണപാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വറുബ്ബമാ തബസ്സമ മഅഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ തമാശയിലും പാട്ടിലും കഥ പറച്ചിലും ഒക്കെ ഇങ്ങനെ ചാരത്തിരിക്കും, കേൾക്കും. ചിലപ്പോൾ നല്ല ഹ്യൂമറസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്യും, പുഞ്ചിരിക്കുകയും ചെയ്യും. حدثنا علي بن حجر حدثنا شريك بن عبد الملك بن عمير عن ابي سلمة عن ابي هريرة عن النبي صلى الله عليه وسلم انه قال
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഷ്അറു കലിമത്തിൻ തകല്ലമത് ബിഹൽ അറബു, അറബികൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ആശയപൂർണമായ കാവ്യം കലിമത്തു ലബീദ് ബിൻ റബീഅയുടേതാണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. അല്ലാഹു അല്ലാത്തതെല്ലാം നിരർത്ഥകമാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹു ആണ് എന്നും ഉള്ളവൻ, എപ്പോഴും ജീവിക്കുന്നവൻ, തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ എല്ലാം. ബാക്കിയെല്ലാം ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാകാതിരിക്കാം. حدثنا أحمد بن منيع حدثنا مروان بن معاوية عن عبد الله بن عبد الرحمن الطائفي عن عمرو بن الشريد عن أبيه قال كنت ردف رسول الله صلى الله عليه وسلم. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹയാത്രികനായി വാഹനത്തിൽ പിൻസീറ്റിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാണ്. അത്ര വലിയ ഭാഗ്യം കിട്ടിയവരാണ് അവരൊക്കെ. فأنشدته مئة قافية من قول أمية بن أبي الصلت الثقفي. ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് അസ്സഖഫി എന്ന് പറയുന്ന ആളുടെ കവിതയിൽ നിന്ന് 100 വരികൾ ഞാൻ പാരായണം ചെയ്തു, പാടി. കുല്ലമാ അൻശത്തുഹു ബൈതൻ, ഞാൻ ഓരോ വരികളും ചെല്ലുമ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹീ, അതിനിങ്ങനെ പ്രോത്സാഹിപ്പിക്കും, ഹീ ഹത്താ അൻശത്തുഹു മിഅതൻ, ഞാനിങ്ങനെ 100 എണ്ണം ചൊല്ലിക്കൊടുത്തു. യഅനി ബൈതൻ, 100 എണ്ണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാദ ലയുസ്ലിം, അയാൾ മുസ്ലിമാകാൻ അടുത്തിരിക്കുന്നു. എത്ര നല്ല ആശയപൂർണമാണ്. ലക്കൽ ഹംദു വന്നിഅമാഉ വൽ ഫളു റബ്ബനാ ഫലാ ശൈഅ അലാ മിൻക ഹംദൻ വഅംജദാ. ഇതുപോലുള്ള വരികളാണ്. ഇസ്ലാമാകാൻ അടുത്തു, അത്രയും നല്ല ആശയപൂർണ്ണാണ്. തൗഹീദിന് പറ്റുന്ന പ്രയോഗങ്ങളാണ്. പ്രപഞ്ചാധികാരിയെ സ്തുതിയർപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിന് പൂർണ്ണമായും അത് ഉൾക്കൊണ്ടിങ്ങി വരാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. حدثنا إسماعيل بن موسى الفزاري وعلي بن حجر والمعنى واحد. قال حدثنا عبد الرحمن بن أبي الزناد عن هشام بن عروة عن نبيه أن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ يضع لحسان بن ثابت منبرا في المسجد, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തു. യഖൂമു അലൈഹി ഖായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പെരുമ പറഞ്ഞ്, മുത്തുനബി തങ്ങളെ നമുക്ക് കിട്ടിയതിന്റെ സൗഭാഗ്യവും മഹത്വവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കവിത ഉണ്ടാക്കും. ഔ ഖാല യുനാഫിഖു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയും, ദിഫാ ചെയ്യും. വയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാനൻ, അല്ലാഹു തആല ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, ബിറൂഹിൽ ഖുദ്സി, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട്. റൂഹുൽ ഖുദ്സ് വേദങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. മാ യുനാഫിഉ ഔ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വവൽക്കരിക്കുകയും തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അല്ലാഹു ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായം നൽകി അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ. അവ കവിതയെ പ്രോത്സാഹിപ്പിച്ചു, കവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കവിക്ക് വേണ്ടി അത്യുന്നതമായ അവസരം ഉണ്ടാക്കി കൊടുത്തു. കാരണം ഈ കവിത ധർമ്മത്തിന് വേണ്ടിയും നേർവഴിയുടെ സംഗീതം ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഡിഫൻസ് കൂടിയാണ്. حدثنا إسماعيل بن موسى وعلي بن حجر قال
حدثنا ابن ابي الزناد عن النبي عن عروة عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم مثلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സമാനമായ റിവായത്ത് മറ്റൊരു പരമ്പരയിലൂടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവ്യസംബന്ധിയായ സംഭാഷണങ്ങൾ, സംസാരങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞത്. ബാബു മാ ജാഅ ഫീ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സമരി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാക്കത പറഞ്ഞു. حدثنا الحسن بن الصباح البزار حدثنا ابو النضر حدثنا ابو عقيل الثقفي عبد الله بن عقيل عن مجالد عن الشعبي عن مسروق عن عائشة رضي الله عنها قالت حدث رسول الله صلى الله عليه وسلم ذات ليلة. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, നിസാഅഹു ഭാര്യമാരോട്, ഹദീസൻ ഒരു കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാലത് ഇംറഅത്തും മിൻഹുന്ന. അത് കേട്ടപ്പോൾ അവിടുത്തെ പത്തിമാരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, ഈ വർത്താനം കേട്ടിട്ട് ഖുറാഫത്തിന്റെ വർത്താനം പോകണല്ലോ. ഖുറാഫാത്ത് നമ്മൾ പറയുമല്ലോ, എന്ന മാതിരി ഉണ്ടല്ലോ. ഫഖാല, അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അതദറൂന മാ ഖുറാഫത്തു, എന്താണ് ഈ ഖുറാഫത്ത് എന്ന് പറഞ്ഞാൽ അറിയോ? ഇന്ന ഖുറാഫത്ത കാന റജുലൻ മിൻ ഉദറത. യമനിലെ ഉദറ ഗോത്രക്കാരനായ ഒരാളുടെ പേരായിരുന്നു അത്. അസറത്തുൽ ജിന്നു ഫിൽ ജാഹിലിയത്തി. ജാഹിലിയ കാലഘട്ടത്തിൽ ജിന്നുകൾ അയാളെ പിടിച്ചോണ്ടുപോയി, ബന്ദിയാക്കി. ഫമക്കസ ഫീഹിം ദഹറൻ. ആ ഭൂതങ്ങളോടൊപ്പം, ജിന്നുകളോടൊപ്പം കുറെ കാലം അയാൾ കഴിഞ്ഞുപോയി. സുമ്മ റദ്ദൂഹു ഇലൽ ഇൻസി. പിന്നെ മനുഷ്യരിലേക്ക് കൊണ്ടുവന്ന് അയാളെ തിരിച്ചെത്തിച്ചു. ഫകാന യുഹദ്ദിസു الناس ബിമാ റആ ഫീഹിം മിനൽ അആജീബി. ജിന്നുകളുടെ ലോകത്തെ, ഭൂതങ്ങളുടെ ലോകത്തെ വർത്തമാനങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഇയാൾ ഇങ്ങനെ പറയും. അത് മനുഷ്യന്മാർക്ക് ഒരു രസം ഉണ്ടാവില്ലല്ലോ. മനുഷ്യന്മാർക്ക് രസം ഉണ്ടാവും, പക്ഷെ അതിന്റെ ബോധ്യാവില്ലല്ലോ. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, ഖാലൻ നാസു ഹദീസ് ഖുറാഫ. ഖുറാഫന്റെ വർത്താനം മതി. ആരെങ്കിലും അത്യുക്തിയുള്ളതോ മനുഷ്യലോകത്തോട് അധികം ബന്ധമില്ലാത്തതോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതാ ഖുറാഫന്റെ വർത്താനാണ് എന്ന് പറയും. അതാണ് ഖുറാഫത്ത്. ഹദീസ് ഉമ്മു സറഇന്റെ ഹദീസ്. حدثنا علي بن عجر حدثنا عيسى بن يونس عن هشام بن عروة عن أخيه عبد الله بن عروة عن عروة عن عائشة رضي الله عنها قالت. عائشة رضي الله عنها പറയാണ്, ജലസത്ത് 11 സ്ത്രീകൾ ഒരുമിച്ച് കൂടി. അവര് കരാറ് ചെയ്തു, എല്ലാവരും പരസ്പരം കരാറ് ചെയ്തു. അല്ലാ യക്തുംന മിൻ അഖ്ബാരി അസ്വാജിഹിന്ന ശൈഅൻ. അവരുടെ ഭർത്താക്കന്മാരുടെ വിശേഷങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ഓരോരുത്തരും അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയണം. എന്റെ ഭർത്താവ് എങ്ങനെയാണ്, നിന്റെ ഭർത്താവ് എങ്ങനെയാണ്, നിന്റെ ഭർത്താവ് എങ്ങനെയാണെന്ന് പറയണം. ക്ലിയർ ആയിട്ട് പറയണം. നമ്മളെല്ലാവരും ഒരാൾ പറഞ്ഞ പോലെ എല്ലാവരും പറയണം. ഫഖാലത്തിൽ ഊല. അപ്പൊ ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, സൗജി ലഹമു ജമലിൻ ഗസ്സിൻ അലാ റഅസി ജബലിൻ വഅരി. എന്റെ ഭർത്താവ് ഉണങ്ങിയ ഒട്ടകമാംസം പോലെയാണ്. അലാ റഅസി ജബലിൻ വഅരിൻ. എത്തിപ്പെടാനാവാത്ത ഒരു പർവ്വതത്തിന്റെ മേലെയുള്ള
ഉണക്ക മാംസം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഉപകാരമില്ലാത്ത ആളാണ് എന്നാ അതിന്റെ ആശയം. ലാ സഹലുൻ ഫയുർത്തഖ, ഒരു നയമോ മയമോ ഉള്ള ആളല്ല, എന്നാലല്ലേ അങ്ങോട്ടൊന്ന് ചെല്ലുക. അല്ലെങ്കിൽ പർവ്വതത്തിന്റെ മേലെ പ്രാപിക്കാനാവാത്ത സ്ഥലമാണ്, അങ്ങോട്ട് കയറാൻ പറ്റാത്ത. ലാ സഹലും ഫയുർത്തഖ, നല്ല വഴിയാണ്, നിങ്ങൾ കയറിപ്പോരും, പക്ഷെ അങ്ങനെ കയറാൻ പറ്റാത്ത ഇതിന്റെ മേലെയാണ്. വലാ സമീനും ഫയുന്തഖൽ, നല്ല മാംസളമായത് സമ്പന്നമായതാണെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോയത്. അവൻ മെലിഞ്ഞുണങ്ങിയ ഒട്ടക മാംസം, കയറി ചെല്ലാനും പറ്റില്ല, കയറി ചെന്നിട്ട് കിട്ടിയിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളാണ് എന്നതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അവ ആളുകൾക്ക് ഒരു ഉപകാരം ഇല്ലാത്ത ഒരാൾ. ഭാര്യ പറയാണ് ഭാര്യക്കൊരു ഉപകാരമില്ല, ഒരു ഗുണമില്ലാത്ത ആൾ. വകാലത്തി സാനിയത്തു, രണ്ടാമത്തോട് പറഞ്ഞു, സൗജി ലാ അബുസ്തു ഖബറഹു, എന്റെ ഭർത്താവിന്റെ വർത്താനം ഞാൻ പറയൂല. ഇന്നി അഖാഫു അല്ല അദറഹു ഇൻ അദ്കുറുഹു, ഞാൻ പറയാൻ ഒരുങ്ങിയാൽ അദ്കുറു ഉജ്റഹു വ ബുജ്റഹു, അയാളുടെ നീര് വന്ന കണ്ടനാടിയെക്കുറിച്ചും വീർത്ത പൊക്കിൽ തടത്തെക്കുറിച്ചും എല്ലാം പറയേണ്ടി വരും. അല്ലെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ ഇതിൽ തന്നെ ഒരു മോശത്തരുണ്ട്. പറയണില്ല എന്ന് പറയുന്നതിൽ തന്നെ അയാളുടെ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നുണ്ട്. പറയാൻ നിന്നാ ശരിയാവൂല, പറയാൻ നിന്നപ്പോ ഒന്നും ഒഴിയാൻ പറ്റില്ല, എല്ലാം പറയണം. അയാളെ വീർത്ത പൊക്കിളും പറയണം, അയാളുടെ നീര് വന്ന കണ്ടനാടിയും പറയണം, അതെല്ലാം പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ നിന്നാപ്പോ തീരൂല. ഖാലത്തി സാലിസത്തു, മൂന്നാമത്തോട് പറഞ്ഞു, സൗജി അൽ അശന്നഖു ഇൻ അന്തിഖ് ഉതല്ലഖ് വഇൻ അസ്കുത് ഉഅല്ലഖ്, എന്റെ ഭർത്താവാണ് ഒരു നീളംകോലിയാണ്, നീളം അല്ലാതെ വേറൊന്നുമില്ല. മിണ്ടിയാ തലാക്ക് ചെല്ലും, മിണ്ടിയില്ലെങ്കിൽ കെട്ടിയിടും. അവൻ മിണ്ടിയാലും കുടുങ്ങി, മിണ്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരുത്തനാണ്. കാലത്തിൽ റാബിഅത്തു, നാലാമത്തോട് പറഞ്ഞു, ശാരിഹീങ്ങൾ അവരുടെ പേര് പറയുന്നത് ഇസ്മുഹ മഹദ് ബിന്ത് അബി റുമാന. സൗജീക ലൈലി തിഹാമ, എന്റെ ഭർത്താവ് തിഹാമയിലെ രാത്രി പോലെയാണ്. അയാളെ കൊണ്ട് ശല്യങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. വലാ ഹറുൻ വലാ ഖറുൻ, ശൈത്യവും ഉഷ്ണവും ഒന്നുമില്ല. ഒരൊത്തൊരാളാണ്, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. വലാ മഖാഫത്ത വലാ സആമത്ത, പേടിക്കാനുമില്ല മടുക്കാനുമില്ല. വീട്ടിൽ നിന്നിച്ചിട്ട് നമുക്ക് പ്രയാസമൊന്നുമില്ല, വരുമല്ലോ എന്ന് കേട്ടാ പേടിക്കാനൊന്നുമില്ല, ഒത്തൊരാളാണ്. കാലത്തിൽ ഖാമിസത്തു, അഞ്ചാമത്തോട് പറഞ്ഞു, സൗജി ഇൻ ദഖല ഫഹിദ വഇൻ ഖറജ അസിദ, വീട്ടിക്ക് വന്നാൽ സിംഹമാണ്, പുലിയാണ്. വൈൻ ഖറജ അസിദ, പുറത്തു പോയാൽ സിംഹാണ്. അപ്പോൾ അയാൾ വരുന്ന വരവ് കണ്ടാൽ അങ്ങനെ ഇസ്മുഹ കബിഷ, കബിഷ എന്ന സ്ത്രീ പറഞ്ഞതാണ്. അയാൾ പുറത്തു നല്ല ധീരനാണ്, ഷജാഅത്തുള്ള ആളാണ്, അസദുൻ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ
സാറ ഫി നൗമി കൽ ഫഹദി വഹുവ കിനായത്തുൻ അൻ തഗാഫുലിഹി ഫിൽ ഉമൂരി. വീട്ടിൽ വന്നാൽ ഇങ്ങനെ കിടന്നുറങ്ങും, കാര്യങ്ങളൊന്നും നോക്കൂല. പുറത്തു പോയാൽ നല്ല പുലിയാണ്, നല്ല സിംഹമാണ്, നല്ല ധൈര്യവാനാണ്. വീട്ടിൽ വന്ന് അങ്ങനെ ഉറങ്ങാം, വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങളൊന്നും നോക്കൂല. വലാ യസ്അലു അമ്മാ അഹിദ, വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കൂല, അറിയൂല. എന്താ വേണ്ടത്, നമ്മളോടുള്ള കടപ്പാടും കാര്യങ്ങളും ഒന്നും അയാൾ ചിന്തിക്കൂല. അയാൾക്ക് വന്ന് ഉറങ്ങണം, പുറത്ത് വലിയ ജവാനാണ്, വലിയ ധീരനാണ്. കാലത്തി സാദിസത്തു, ആറാമത്തോട് പറഞ്ഞു, സൗജി ഇൻ അക്കല ലഫ, എന്റെ ഭർത്താവ് തിന്നാൽ മൂക്ക് മുട്ടത്തിൽ, വൈൻ ശരിബഷ്തഫ, കുടിച്ചാൽ നാലും കുടിക്കും, നല്ല വളർച്ച കൊടുക്കും. വൈൻ ഇളുത്തജ അൽത്തഫ, കിടന്നുറങ്ങിയാല് ചുരുണ്ടുകൂടിയാണ്ട് ഉറങ്ങും. വലാ യൂലിജുൽ കഫലി അലമൽ ബസ്സ, എന്തെങ്കിലും ഒന്ന് നമ്മളെ അവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൊട്ടു നോക്കുക പോലും ഇല്ല. നമ്മളവിടെ ഉണ്ടോ, നമുക്ക് പനിയുണ്ടോ, ചൂടുണ്ടോ, വല്ല ആവശ്യങ്ങളുണ്ടോ, ഒന്ന് തൊട്ടു നോക്കുക പോലും ഇല്ല. അയാൾക്ക് നല്ലോണം തിന്നണം, കുടിക്കണം, ഉറങ്ങണം. നമ്മളെന്തായി, നമുക്ക് എന്ത് വേണം, അതൊന്നും ചിന്തയില്ല. അങ്ങനത്തെ ആളാണ്. കാലത്തി സാബിഅത്തു, ഏഴാമത്തെ ഓള് പറഞ്ഞു, സൗജി അയായാഉ ഔ ഗയായാഉ, ഒരു കഴിവ് കെട്ട ഭീരുവാണ് എന്റെ ഭർത്താവ്, ഒന്നിനും കൊള്ളാത്തവനാ. തബാഖാഉ, വിഡ്ഢിയാണ്, കഴിവുമില്ല, ഭീരുവാണ്, വിഡ്ഢിയുമാണ്. കുല്ലു ദാഇൻ ലഹു ദാഉൻ, എല്ലാ രോഗവും അയാൾക്ക്. ഷജ്ജക്കി ഔ ഫല്ലക്കി, ചിലപ്പോ അടിച്ച് തല പൊളിക്കും, ചിലപ്പോ പരിക്കേൽപ്പിക്കും. ഔ ജമാ കുല്ലല്ലക്കി, ചിലപ്പോ തല അടിച്ച് പൊളിക്കുകയും ചെയ്യും, കൈ അടിച്ച് പൊളിക്കുകയും ചെയ്യും. അക്രമിയാണ്, അന്തോ ബുദ്ധിയൊന്നുമില്ലല്ലോ. കാലത്തി സാമിനത്തു, എട്ടാമത്തോള് പറഞ്ഞു, സൗജി എന്റെ ഭർത്താവ് അൽ മസ്സു മസ്സു അർണബിൻ വൽ റീഹു റീഹു ദർണബിൻ, എന്റെ ഭർത്താവിന്റെ സ്പർശം മുയലിൻ്റെതുപോലെ മാർദ്ദവമുള്ളതാണ്. ഭർത്താവിന്റെ ഗന്ധം കുങ്കുമം പോലെ സുഗന്ധപൂർണമാണ്. നല്ല ആളാ, കടന്നു വന്നാലും പെരുമാറാനും ഒക്കെ നല്ല ആളാണ്. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും എല്ലാം ഉള്ള. കാലത്തി താസിഅത്തു, ഒമ്പതാമത്തോള് പറഞ്ഞു, സൗജി റഫീഉൽ ഇമാദി, എന്റെ ഭർത്താവ് തൂണുയർന്ന ആളാണ്, വലിയ വീടുള്ള ആളാണ്. അലീമുർ റമാദി, വെണ്ണൂർ ചാമ്പൽ ഏറെയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ വലിയ അടുക്കളയും നല്ല പാചകവും ഉള്ളതാണ് വീടാണ്. തവീലുൻ നജാദി, നല്ല വാളുറ നീണ്ട ആളാണ്, നല്ല യോദ്ധാവും നീളമുള്ള ആളും എല്ലാം. ഖരീബുൽ ബൈത്തി മിനൻ നാദി, ക്ലബിനോടടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ആളുകൾ ചർച്ചയ്ക്കും കാര്യത്തിനൊക്കെ വരും. അപ്പം നല്ല മജ്‌ലിസൊക്കെ ഉള്ള വീടാണ്, എല്ലാവർക്കും വലിയ പരിഗണനയുള്ള ആളാണ്. കാലത്തിൽ ആശിറത്തു, പത്താമത്തോള് പറഞ്ഞു, സൗജി മാലിക്കുൻ, എന്റെ ഭർത്താവ് മാലിക്കാണ്. വമാ മാലിക്കുൻ, ആരാണ് മാലിക്കെന്നറിയോ? എന്താ അയാളെ ഫൗറ്? ലഹു ഇബിലും കസീറാത്തുൽ മബാരിക്കി ഖലീലാത്തുൽ മസാരിഹി, അയാൾ കൊട്ടകങ്ങളുണ്ട്, അതെപ്പോഴും ആലയത്തിൽ തന്നെ ഉണ്ടാവുക. കാരണം ഖലീലാത്തുൽ മസാരിഹി, മേയാൻ അങ്ങനെ പോവില്ല. കാരണം ആ ഒട്ടകങ്ങളെ മേഞ്ഞിങ്ങനെ ആവാനില്ല, മറിച്ച് അതിനെ വളർത്തിയിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള. ഇതാ സമയത്ത് സൗത്തൽ മിസ്ഹരി, ആരവങ്ങൾ, ആഘോഷങ്ങളുടെ ആരവങ്ങൾ, രാഗങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ അയക്കന്ന അന്നഹുന്ന ഹവാലിക്കൂ, ആഘോഷപൂർവ്വം പെരുമ്പറ അടിച്ചിങ്ങനെ ആളുകൾ വരുമ്പോൾ ഒട്ടകങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ അറക്കാൻ പോവാണ്. അപ്പൊ നല്ല അറുത്ത് ആളുകൾക്കൊക്കെ നല്ല സദ്യയൊക്കെ കൊടുക്കുന്ന ജനകീയനായ ഒരാളാണ്. കാലത്തിൽ ആദിയത്താശറ, 11ാമത്തോള് പറഞ്ഞു, സൗജി അബൂസറൈൻ, എന്റെ ഭർത്താവിന്റെ പേര് അബൂസറൈൻ. വമാ അബൂസറൈൻ,
അബൂസർ ആരാണെന്നറിയോ? അനാസമിൻ ഹുലിയിൻ ഉദുനയ്യ, എന്റെ കാതുകൾ ആഭരണം കൊണ്ട് നിറച്ചു, ഭാരമുള്ളതാക്കി. വ മലഅമിൻ ഷഹമിൻ അലുദയ്യ, എന്റെ തോളുകൾ മാംസം കൊണ്ട് നിറച്ചു, നല്ല മാംസളമാക്കി. വ ബജ്ജഹനി, എന്നെ സന്തോഷിപ്പിച്ചു. ഫബജ്ഹത്തി ഇലയ്യ നഫ്സി, എന്റെ ആത്മാവിന് സന്തോഷം നൽകി. നല്ല ആഭരണങ്ങളും നല്ല ഭക്ഷണവും നല്ല ആനന്ദവും നല്ല സന്തോഷമൊക്കെ നൽകി. വജദനീ ഫീ അഹ്ലി ഉനൈമത്തിൻ ബിശഖ്ഖിൻ, ഒരു താഴ്വരയിൽ കുറഞ്ഞ ആടുകളുള്ളൊരു വീട്ടിൽ നിന്നാണ് അയാൾ എന്നെ കിട്ടിയത്. ഫജഅലനീ ഫീ അഹ്ലി സ്വഹീലിൻ വഅതീത്തിൻ, എന്നെ കൊണ്ടുവന്നത് നല്ല കലവറയും ധാന്യപ്പുരയും എല്ലാമുള്ള വീട്ടിലേക്കാണ്. ഫജഅലനീ ഫീ അഹ്ലി സ്വഹീലിൻ വഅതീത്തിൻ, നല്ല ഒട്ടകക്കൂട്ടവും കുതിരപ്പന്തിയും എല്ലാമുള്ള സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുവന്നത്. സ്വഹീൽ എന്ന് പറഞ്ഞാൽ കുതിരകളുടെ ശബ്ദമാണ്. അതീത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ ശബ്ദം. അപ്പൊ നല്ല ഒട്ടകങ്ങളും നല്ല കുതിരകളും ഒക്കെ ഉള്ള സ്ഥലം. വദായിസിൻ, നല്ല കൊയ്ത്തുണ്ട്. വ മുനക്കൻ, നല്ല മെതിയുണ്ട്. അവ നല്ല ധാന്യപ്പുരയും എല്ലാമുള്ള നല്ലൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഫഇൻദഹു അഖൂലു ഫലാ ഉഖബ്ബഹ്, ഞാൻ അയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഒരിക്കലും മോശാക്കൂല, കളിയാക്കും, ഒച്ചപ്പൊക്കെ എന്നെ ഇല്ലാണ്ടാക്കുന്നില്ല. എപ്പോഴും എന്നെ മാന്യത സംരക്ഷിക്കും. വഅർഖുദു ഫഅതസബ്ബഹു, ഞാൻ ഉറങ്ങി രാവിലെ വരെയൊക്കെ ആവും, എന്നാലും ഒന്നും പറയില്ല, കുഴപ്പമില്ല, രാവിലെ വരെയൊക്കെ ഉറങ്ങാം, എന്താ എഴുന്നേക്കാത്ത, ജോലി ചെയ്യാത്ത, അങ്ങനത്തെ ഒന്നും ചോദിക്കൂല. വഅശ്റബു വഅതഖമ്മഹു, ഞാൻ നല്ല മതിവരുവോളം പാനം ചെയ്യും, ഭക്ഷണം കഴിക്കും, എല്ലാം എനിക്ക് അവിടെ ഉണ്ട്. ഉമ്മു അബീസറൈൻ, അബൂസറൈന്റെ ഉമ്മ, എന്റെ അമ്മായിമ്മ. ഫമാ ഉമ്മു അബീസറൈൻ, അബൂസറൈന്റെ ഉമ്മന്റെ കാര്യം പറഞ്ഞാലോ, റുക്കൂമുഹാ റദാഹുൻ, അവരുടെ ധാന്യപാത്രം വിശാലമാണ്, നല്ല ഗോതമ്പും ധാന്യങ്ങളൊക്കെ ഉള്ളവരാണ്. വബൈത്തുഹാ ഫസാഹുൻ, വിശാലമായ വീടാണ്. അവ നല്ല വീടും നല്ല അറയും പുരയും ഒക്കെ ഉള്ളതാണ്. ഇബ്നു അബീസറൈൻ, ഇബ്നു അബൂസറൈന്റെ മോന്റെ കാര്യം പറഞ്ഞാലോ, ഫമബിനു അബീസറൈൻ, അബൂസറൈന്റെ മോനാരാന്നറിയോ? മദ്ജഉഹു കമസല്ലി ശത്ബത്തിൻ, ഒരു ഈത്തപ്പന കൊള്ളിയുടെ ഒരു മൂല മതി ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ, മെലിഞ്ഞ ആളാ, കുറഞ്ഞ സ്ഥലം മതി കിടക്കാൻ. തുഷ്ബിഉഹു ദിറാഉൽ ജഫറത്തി, ഒരു കുഞ്ഞൻ പെണ്ണാടിന്റെ ഒരു കൈ മതി വിശപ്പടങ്ങാൻ എന്ന് പറഞ്ഞാൽ, കുറച്ച് ഭക്ഷണം കുറച്ച് സ്ഥലത്ത് ഉറങ്ങുന്ന മെലിഞ്ഞ നല്ലൊരു കുട്ടിയാണ്. ബിന്ദു അബീസറൈൻ, അബൂസറൈന്റെ മോള കഥ പറഞ്ഞാലോ, ഫമാ ബിന്ദു അബീസറൈൻ, എന്താന്നറിയോ? തൗഉ അബീഹാ വ തൗഉ ഉമ്മിഹാ, നല്ല വാപ്പയെ ഉമ്മയെ അനുസരിക്കുന്ന മോള. വ മിൽഉ കിസായിഹാ, ശരീരം മുഴുവൻ മറയുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുന്നവളാണ്. വ മിൽഉ കിസായിഹാ, നല്ല ഒത്ത ശരീരമുള്ളവളുമാണ്. രണ്ടർത്ഥത്തിനും പറയും. വഗൈളു ജാറത്തിഹാ, അയൽവാസികൾക്കൊക്കെ അസൂയാർഹമായ വിധത്തിലുള്ള നല്ല കുട്ടിയാണ്. ജാരിയത്തു അബീസറൈൻ, അബൂസറൈന്റെ പരിചാരക. ഫമാ ജാരിയത്തു അബീസറൈൻ, അവരുടെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? ലാ തബുസ്സു ഹദീസനാ തബ്സീസ, നമ്മുടെ വീട്ടിലെ വർത്താനങ്ങളൊന്നും പ്രചരിപ്പിക്കൂല.
വീട്ടിലത്തെ കാര്യമൊന്നുമായിട്ട് എല്ലാവരും ഒന്നും പറയുന്നില്ല. വലാ തുംഫിസു മീറത്തനാ തംഫീഷ വലാ തുംഖിസു മീറത്തനാ തൻഖീഷ. നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊന്നും കേടുവരുത്തുകയില്ല. വലാ തംലഉ ബൈതനാ തഅശീഷ, ചപ്പുചവറുകൾ കൊണ്ട് വീട് നിറയ്ക്കുകയില്ല. അവ നല്ല ഉത്തരവാദിത്വമുള്ള പെണ്ണാണ്. വലാ തുൻഖിസു മീറത്തന, നമ്മുടെ ഭക്ഷണങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല. തൻഖീഷ, നല്ല സൂക്ഷ്മതയുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കും. വലാ തംലഉ ബൈതനാ തഅശീഷ ലാ തത്റുക്കുൽ ഖുമാമത, ഗുമാമയെല്ലാം കൂടെ കൂട്ടി അവിടെ വെക്കൂല, അവിടെ വൃത്തിയിൽ നിങ്ങളെ കൊണ്ടു നടക്കും. കാലത്ത് അപ്പോൾ ഉമ്മുസറ പറയാണ്, ഖറജ അബൂസറൈൻ, അബൂസറ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വൽ ഔതാബു തംഖദു, അല്ലെങ്കിൽ തുംഖദു, പാലിൽ നിന്ന് വെണ്ണ എടുക്കുന്ന സമയമാണ്. പാലൊക്കെ നല്ല ഉള്ള അതിൽ നിന്ന് വെണ്ണ എടുക്കുന്ന സമയമാണ്. ഫലഖിയ ഇംറഅതൻ, അപ്പോ ഒരു സ്ത്രീയെ കണ്ടു. മഅഹാ വലദാനി ലഹാ കഫഹദൈനി യൽഅബാനി മിൻ തഹതി ഖസ്രിഹാ ബിറുമാനതൈനി. ഒരു പെണ്ണിനെ വഴിയിൽ വെച്ച് കണ്ടു, യാത്രക്കിടയിൽ. അവൾക്ക് 2 കുട്ടികളുണ്ട്, നല്ല സിംഹക്കുട്ടികളെ മാതിരി 2 കുട്ടികൾ. യൽഅബാനി മിൻ തഹതി ഖസ്രിഹാ, മടിത്തട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് അവർ കളിക്കുന്നുണ്ട് 2 ആൾ. ബിറുമാനതൈനി, 2 റുമ്മാൻ പഴം കൊണ്ട്. അത് ചിലപ്പോൾ റുമ്മാൻ പഴം ആകാം, അതല്ലെങ്കിൽ അവരുടെ സ്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടും ആകാം. ഫതല്ലഖനി, അയാൾ എന്നെ വിവാഹമോചനം നടത്തി, അബൂദർ എന്നെ ഒഴിവാക്കി. വനകഹഹ, അവളെ വിവാഹം ചെയ്തു. ഫനകഹതു ബഅദഹു റജുലൻ സരിയ റകിബ ശരിയ വഅഖദ ഖത്തിയ, അതിനുശേഷം എന്നെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. അയാള് നല്ല ധീരനായി കുതിരയോട്ടം നടത്തി ഖത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് പോയി. അവിടെ ഖത്ത് എന്ന പ്രദേശത്തുള്ള കുന്തവും എടുത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്തു പോകാൻ പറ്റുന്ന അത്രയും നല്ല യോദ്ധാവും ധീരനും എല്ലാമാണ്. അതായത് യംളി ബിലാ ഫുതൂരിൻ റുംഹൻ മൻസൂബ് ഇലൽ ഖത്തി, ഖത്ത് എന്ന് പറയുന്ന ദേശത്ത് എന്നറിയപ്പെടുന്ന കുന്തം. അവ നല്ല യോദ്ധാവും എല്ലാം ധീരനും മടുപ്പില്ലാതെ സ്ഥിരോത്സാഹിയും ഒക്കെയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വാരിക്കോരി തന്നു. എല്ലാ അനുഗ്രഹത്തിൽ നിന്നും എനിക്ക് ജോഡികൾ തന്നു. അടിമകളാണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും എല്ലാം എനിക്ക് ജോഡികൾ തന്നു. വഖാല കുലി ഉമ്മസറൈൻ, കഴിക്ക് ഉമ്മസറ, വമീരി അഹ്ലക്കി, വീട്ടുകാർക്കും കൊടുക്ക്, ഭക്ഷിപ്പിക്ക്. അങ്ങനെ എനിക്ക് നല്ലതുപോലെ ഭക്ഷണവും സൗകര്യവും എല്ലാം തരുന്ന ആളാണ് പിന്നെ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ ഫലൗ ജമഅതു കുല്ല ശൈഇൻ അഅതാനിഹി, എന്നെ വിവാഹം കഴിച്ച പുതിയ ആൾ എനിക്ക് തരുന്ന എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയാലും മാ ബലഗ അസ്ഗറ ആനിയത്തി അബീസറഇൻ, അബൂസറഇന്റെ കുഞ്ഞു പാത്രത്തോളം പോലും എത്തൂല. അത്രയും വലിയ ആളായിരുന്നു അബൂസറ. കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ,
ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, കുന്തു ലക്കി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ, നമ്മൾ തമ്മിൽ അബൂസറും ഉമ്മുസറും മാതിരിയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ കഥ കേൾക്കുകയും ആ കഥയുടെ തീമിൽ നിന്ന് ആനന്ദദായകമായ സംഭാഷണം നടത്തുകയും ചെയ്തു. അപ്പൊ മോളെ ആയിഷ, നമ്മൾ തമ്മിൽ ഏറ്റവും സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന ദമ്പതികളല്ലേ, എപ്പോഴും നല്ലതല്ലേ പറയാനുള്ളൂ എന്നെ കുറിച്ച് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കുന്തു ലക്കി കഅബീ സറഇൻ ലി ഉമ്മി സറഇൻ, അബൂസറയും ഉമ്മുസറയും മാതിരി അല്ലേ നമ്മൾ തമ്മിലുള്ളത്. ഉമ്മുസറയിന് അബൂസറ എത്രമാത്രം തുത്യർഹനായിരുന്നോ അതുപോലെ നിങ്ങൾക്ക് ഞാനല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അരമനകളിൽ നിന്നുള്ള സുമോഹനമായ കഥന സന്തോഷങ്ങളാണ്. ഇപ്പൊ ലോകം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നെല്ലാം ഒപ്പിയെടുത്ത് എന്തെല്ലാം അധ്യായങ്ങളെ പകർത്തിയെടുത്തു ഒന്നാലോചിച്ചു നോക്കൂ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ രാവുകൾ, പകലുകൾ, പെരുമാറ്റങ്ങൾ, സഹവാസികൾ, കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതുപോലെ അറിയാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പല ആളുകളും സംശയങ്ങളും മറ്റും PM-ലും മറ്റും ഉന്നയിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാം ഇൻഷാ അല്ലാഹ് PM-ൽ മറുപടി നൽകേണ്ടത് അങ്ങനെ പൊതുവായി ക്ലാസ്സിൽ പറയാൻ സമയോചിതമായി പറയും. പിന്നെ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇനിയും നമ്മുടെ ത്വയ്ബ കോണ്ടാക്ട് നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ ചില സഹോദരിമാരെ മാത്രം കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ക്ലാസിന്റെ നോട്ടുകളും മറ്റും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയും സഹോദരന്മാർ അവർക്ക് വേണ്ടി ത്വയ്ബ സെന്റർ ക്രോഡീകരിച്ചിട്ടുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കോഴ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ പാരായണം പരിപൂർത്തിയാകുന്നത് വരെ ഉണ്ടാവുകയും ഇൻഷാ അല്ലാഹ് ഒരു സർട്ടിഫിക്കറ്റിലൂടെ അതിന്റെ ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين.